ഹലോ പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്തയിൽ കണ്ടു 8500 കോടി രൂപയാണ് ബാങ്കുകൾ മിനിമം ബാലൻസ് ഇല്ലാത്ത അക്കൗണ്ടുകൾക്ക്, അതായത് സാധാരണക്കാരിൽ നിന്ന് തന്നെ സാധാരണക്കാരായിരിക്കുന്നത് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരുടെ പക്കൽ നിന്നും 8500 കോടി രൂപയാണ് ബാങ്കുകൾ കളക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിനിമം ബാലൻസ് വേണ്ടാത്ത പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ അക്കൗണ്ട് എടുക്കുക എന്നുള്ളതാണ്. കാനറ ബാങ്ക് ഉണ്ട്, ബാങ്ക് ഓഫ് ബറോഡ ഉണ്ട്, ഇന്ത്യൻ ബാങ്ക് ഉണ്ട്, പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ട്. ഇത്തരം ബാങ്കുകളിൽ, പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ നമുക്ക് മിനിമം ബാലൻസ് ഇല്ലാതെ, അതായത് മിനിമം ബാലൻസ് ഇല്ല എന്ന് വെച്ച് പെനാൽറ്റി നമ്മൾ അടയ്ക്കേണ്ടത് കാര്യമില്ല. കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ഇന്ത്യൻ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഈ 4 ബാങ്ക് പബ്ലിക് സെക്ടർ ബാങ്കുകളാണ്, പൊതുമേഖല ബാങ്കുകളാണ്. അപ്പോൾ നമുക്ക് മിനിമം ബാലൻസിൻ്റെ ആവശ്യമില്ല. നമ്മൾ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ പെനാൽറ്റി അടയ്ക്കേണ്ടതായിട്ട് വരില്ല. കുറച്ച് പ്രൈവറ്റ് ബാങ്കുകളും കൂടി ഉണ്ട്. AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഉത്കർഷ് ബാങ്ക്, ആക്സിസ് ബാങ്കിനൊക്കെ സീറോ ബാലൻസ് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും രൂപ നമുക്ക് ഒരു സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്ന് പൊതുവെ ബാങ്കുകൾ പിരിച്ചെടുത്തുവെങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്, നമ്മുടെ പണം നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യകതയാണ്. അപ്പോൾ നമുക്ക് പൊതുമേഖല ബാങ്കുകളിൽ അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെനാൽറ്റി ഇല്ലാതെ എപ്പോഴും മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൊക്കെ അത് നമുക്ക് ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഈ 4 പൊതുമേഖല ബാങ്കുകൾ, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു.